വേണം GST കോമ്പൻസേഷൻ. KN ബാലഗോപാൽ, ധനകാര്യ വകുപ്പ് മന്ത്രി. GST നടപ്പാക്കി തുടങ്ങിയത് 2017 ജൂലൈ മാസമാണ്. ഉപഭോഗം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് നികുതി പിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ടാക്സ് ആണ് GST. 2017 ശേഷം പലപ്പോഴും GST നിരക്കുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലുള്ള GST നിരക്കുകൾ 5, 12, 18, 28 എന്നീ 4 സ്ലാബുകളായിട്ടാണ്. GST നിരക്ക് പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ നിരക്കുകൾ 5, 18 എന്നീ 2 സ്ലാബുകളിലായി ചുരുക്കണമെന്നാണ്. എല്ലാ സംസ്ഥാന ധനമന്ത്രിമാരും കേന്ദ്ര ധനമന്ത്രിയും ഉൾപ്പെട്ട GST കൗൺസിലാണ് GST നിരക്ക് തീരുമാനിക്കേണ്ട ആധികാരിക സമിതി. എന്നാൽ ആഗസ്റ്റ് 15 തീയതി സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ GST നിരക്കുകൾ കുറവ് ചെയ്യുമെന്നും അത് ജനങ്ങൾക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കുമെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവും സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണ്. പരിഷ്കരണത്തിനെതിരെ പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ. 2025 സെപ്റ്റംബർ 3, 4 തീയതികളിലാണ് GST കൗൺസിൽ നടക്കാൻ പോകുന്നത്. ഈ കൗൺസിലിൽ നികുതി നിരക്കുകൾ കുറയ്ക്കുന്ന തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ വലിയ രൂപത്തിൽ കുറവുണ്ടാകുന്ന GST നിരക്ക് പരിഷ്കരണത്തിനെതിരെ കേരളം, തമിഴ്നാട്, കർണാടകം, തെലങ്കാന, ജാർഖണ്ഡ്, ബംഗാൾ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നീ 8 സംസ്ഥാനങ്ങളുടെ ധനമന്ത്രിമാർ ആഗസ്റ്റ് 29 തീയതി ഡൽഹിയിൽ യോഗം ചേർന്ന് ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. സംസ്ഥാനങ്ങളുടെ വരുമാനത്തിലുണ്ടാകുന്ന കുറവ് പരിഹരിക്കാൻ നഷ്ടപരിഹാരം നൽകാൻ നടപടി സ്വീകരിക്കണമെന്ന് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. GST കോമ്പൻസേഷന്റെ രൂപത്തിലായിരിക്കണം ആ നടപടി. കോമ്പൻസേഷൻ നൽകുമ്പോൾ അതിന്റെ അടിസ്ഥാന സാമ്പത്തിക വർഷം 2024-25 ആയി കണക്കാക്കണമെന്നും വരുമാനത്തിൽ 14% വർധനവ് കണക്കാക്കി വേണം കോമ്പൻസേഷൻ നൽകാനെന്നും പ്രസ്താവനയിൽ പറഞ്ഞു. 5 വർഷത്തേക്ക് കോമ്പൻസേഷൻ നൽകണമെന്നും അതിനുശേഷം GST വർധനവിന്റെ അടിസ്ഥാനത്തിൽ അത് തുടരണമെങ്കിൽ അതിനുള്ള നടപടികൾ എടുക്കണമെന്നും ആവശ്യപ്പെട്ടു. കേന്ദ്രത്തിന്റെ ആകെ വരുമാനത്തിന്റെ 25% മാത്രമാണ് GST. എന്നാൽ സംസ്ഥാനങ്ങളുടെ വരുമാനത്തിൽ 70%വും GSTയിൽ നിന്നാണ്. ഇതിൽ 20%മെങ്കിലും GST പരിഷ്കരണത്തിലൂടെ കുറയും. ഇത്തരത്തിൽ വരുമാനത്തിൽ ഇടിവ് വന്നാൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾക്കും വികസന പദ്ധതികൾക്കും പണം കണ്ടെത്താൻ കഴിയാതെയാകും. കേരളത്തിന് ഉണ്ടാകുന്ന നഷ്ടം 8,000 കോടി രൂപ മുതൽ 10,000 കോടി വരെയാണെന്നാണ് കണക്കാക്കുന്നത്. വാഹനങ്ങളുടെ GST സ്ലാബ് 28% നിന്ന് 18% കുറയ്ക്കുമ്പോൾ കേരളത്തിന് ഏകദേശം 1,100 കോടി രൂപയുടെ നഷ്ടമുണ്ടാകും. ഇൻഷുറൻസ് പ്രീമിയത്തിന് GST കുറയ്ക്കുമ്പോൾ കേരളത്തിന് മാത്രം 500 കോടി രൂപയുടെ കുറവുണ്ടാകും. AC, TV, റെഫ്രിജറേറ്റർ, ഇലക്ട്രോണിക്സ് ഗുഡ്സ് തുടങ്ങിയവയുടെ നികുതി കുറയ്ക്കുന്നത് വഴിയും സംസ്ഥാനത്തിന് വലിയ നഷ്ടമുണ്ടാകും. ലോട്ടറിയിൽ നിന്നുള്ള വരുമാന നഷ്ടം. ലോട്ടറി, സിഗരറ്റ്, ബീഡി തുടങ്ങിയവയ്ക്ക് 40% നികുതി ഏർപ്പെടുത്താനും കേന്ദ്ര സർക്കാരിന്റെ നീക്കമുണ്ട്. ലോട്ടറിയുടെ നികുതി 40%മായി ഉയർത്തുമ്പോൾ ലോട്ടറി മേഖലയെ അത് വലിയ പ്രതിസന്ധിയിലാക്കും. കേരളത്തിലെ വളരെ താഴെക്കിടയിലുള്ള 1.5 ലക്ഷത്തിലധികം പേർ ലോട്ടറി ഏജന്റുമാരായി പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ അനേകം പേർ അംഗവൈകല്യം സംഭവിച്ചവരും പ്രായം ചെന്നവരും വിധവകളും ഒക്കെയാണ്. അവരോടൊപ്പം കുടുംബാംഗങ്ങളും പട്ടിണിയിലാകുന്ന സ്ഥിതിയും ഉണ്ടാകും. കേരളത്തിൽ 62 ലക്ഷത്തോളം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകി വരുന്നു. ആരോഗ്യ മേഖലയിൽ കാരുണ്യ ചികിത്സാ പദ്ധതി പോലുള്ള പദ്ധതികളും നടപ്പാക്കി വരുന്നു. വീട് വെക്കുവാൻ ലൈഫ് പദ്ധതിയുമുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം പ്രതിസന്ധിയിലാകുന്ന സ്ഥിതിയാണ്. GST നിരക്ക് ഇനിയും കുറയ്ക്കുന്നതിനെ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സംസ്ഥാന സർക്കാരുകൾ പോലും അനുകൂലിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ പരിഷ്കാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് 60,000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടത്. എന്നാൽ ഏതാണ്ട് 4 ലക്ഷം കോടിയിൽ പരം രൂപയുടെ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് പൊതുവിലയിരുത്തൽ. ഇതിന്റെ യഥാർത്ഥ ഭാരം ചുമക്കേണ്ടി വരിക കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണ്. കേന്ദ്ര സർക്കാരിന് മറ്റു വരുമാന മാർഗങ്ങളുണ്ട്. പൊതുമേഖലാ ബാങ്കുകളുടെയും സ്ഥാപനങ്ങളുടെയും ലാഭവിഹിതമായി കഴിഞ്ഞ വർഷം 2.89 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. ഈ വർഷം 3.25 ലക്ഷം കോടി രൂപ ലഭിക്കുമെന്ന് കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷം റിസർവ് ബാങ്ക് കരുതൽ ധനത്തിൽ നിന്ന് 2.69 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. ഇതിനെല്ലാം പുറമെയാണ് വിവിധ സെസ്സുകളിലൂടെ വൻ തുക പിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആകെ വരുമാനത്തിന്റെ 20%-ഓളം സെസ്സുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. 2016-17 മുതൽ 2022-23 വരെ പിരിച്ച സെസ്സിന്റെ കണക്കുകൾ പരിശോധിച്ചാൽ 15.34 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്. ഈ വലിയ വരുമാനത്തിൽ 1 രൂപ പോലും സംസ്ഥാനങ്ങൾക്ക് വിഭജിച്ച് നൽകിയിട്ടില്ല. പരിഷ്കരണം ട്രംപിന് വേണ്ടിയോ? GST പരിഷ്കരണം പാവപ്പെട്ടവർക്കും മധ്യവരുമാനക്കാർക്കും നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് നികുതി ഭാരം കുറയ്ക്കൽ ലക്ഷ്യമിട്ടുള്ള നടപടി അല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ രാജ്യത്തിന്റെ കീഴടങ്ങലാണ്. ഡെഡ് എക്കോണമി എന്നാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും സമ്പദ്ഘടനയെ ട്രംപ് പരിഹസിച്ചത്.
നമ്മുടെ ഉയർന്ന നികുതി നിരക്കാണ് ഈ മരവിപ്പിന് കാരണമെന്നും അത് കുറയ്ക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടത്. പകരച്ചുങ്കവും എണ്ണച്ചുങ്കവും ഉൾപ്പെടെ 50% ചുങ്കം അടിച്ചേൽപ്പിക്കുക വഴി ട്രംപ് ലക്ഷ്യമിട്ടത് ഈ നികുതികൾ കുറപ്പിക്കുക, അമേരിക്കൻ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഇന്ത്യയിലേക്ക് യഥേഷ്ടം എത്തിച്ച് വിൽക്കാനുള്ള അവസരമൊരുക്കുക എന്നതാണ്. 2025 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള വ്യാപാരം 11.47 ലക്ഷം കോടി രൂപയുടേതാണ്. ഇതിൽ 7.3 ലക്ഷം കോടി അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി മൂല്യമാണ്. അതിൽ ചരക്കുകളും സേവനങ്ങളും ഉൾപ്പെടുന്നു. അതേസമയം US-ൽ നിന്നുള്ള ഇറക്കുമതി മൂല്യം 3.94 ലക്ഷം കോടി രൂപ ആയിരുന്നു. 3.58 ലക്ഷം കോടി രൂപയുടെ വ്യാപാര മിച്ചം ഇന്ത്യക്ക് അമേരിക്കയുമായി ഉണ്ടായിരുന്നു. ഇതിൽ മാറ്റമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. ട്രംപിന് വ്യക്തിപരമായും ഇന്ത്യൻ വിപണിയിൽ താൽപ്പര്യമുണ്ട്. ട്രംപിന്റെ കമ്പനിക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഒന്നാംകിട ബിൽഡർമാരുമായി പങ്കാളിത്തമുണ്ട്. ഇത്തരം ദേശീയവും വ്യക്തിപരവുമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ട്രംപിന് ഇന്ത്യൻ വിപണി പൂർണ്ണമായും തുറന്നു കിട്ടണം. തങ്ങളുടെ ഇന്ത്യയുമായുള്ള വ്യാപാര കമ്മി മറികടന്ന് വ്യാപാര മിച്ചത്തിലേക്ക് കച്ചവടം കൊഴുപ്പിക്കണം. അതിന് ഇന്ത്യയിലെ GST നികുതി ഘടനയിൽ പൊളിച്ചെഴുത്ത് വേണം. നികുതി നിരക്കുകൾ വൻതോതിൽ കുറയ്ക്കണം. അതിനുള്ള വഴിയൊരുക്കൽ കൂടിയാണ് തീരുവ യുദ്ധം. പ്രത്യക്ഷത്തിൽ ട്രംപിന്റെ തീരുവ ഉയർത്തലും പ്രധാനമന്ത്രിയുടെ GST കുറയ്ക്കൽ തീരുമാനവും തമ്മിൽ ബന്ധമില്ലെന്ന് തോന്നാം. എന്നാൽ അത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ നടപടികൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഉയർന്നു വരേണ്ടതുണ്ട്.